1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ഏതോ പ്രേത സിനിമയിൽ കാണും പോലെ വാടകയ്ക്കെടുത്തൊരു ചെകുത്താൻ വിലാസം വീട്ടിൽ. ആ കുഞ്ഞ് ഓരോ ദിവസവും അനുഭവിച്ച വേദനകൾ വെറുതെയെങ്കിലും ഓർക്കാനാവൂ? ഓർമ്മയുറക്കാത്ത പ്രായത്തിൽ എത്ര അധികമാണ് വേദന. പഞ്ഞിക്കെട്ട് പോലെ ഇച്ചിരി പോകുന്ന ഒരു പൊടിക്കുഞ്ഞിന്റെ ശരീരത്തിൽ എണ്ണിപ്പറഞ്ഞാൽ 51 മുറിവുകളാണ്. കുഞ്ഞുകാലടിയിൽ ഓരോ വിരൽത്താഴിയും സിഗരറ്റ് കുറ്റിയിൽ കുത്തിപ്പൊളിച്ച വ്രണങ്ങളാണ്. കയ്യിൽ കിട്ടിയ കമ്പും കോലും കൊണ്ട് അടിച്ച് തൊലിപൊളിഞ്ഞ മുറിവുകൾ ആഴവേദനയുടെ ചോരകല്ലിക്കലാണ്. മൂർച്ചയുള്ള എന്തോ കൊണ്ട് കുത്തിക്കേറിയ മട്ടിൽ ജനനേന്ദ്രിയത്തിൽ ആഴത്തിലാണ് മുറിവ്. ഒടിച്ചു കളഞ്ഞ 2 കുഞ്ഞിക്കൈകൾ, തലയിൽ നീർക്കെട്ട്, ചതവ്, മുറിവ്. കൊല്ലാക്കൊല ചെയ്ത് കൊന്നതാണ്. അഷ്കറയ ഡാൻസർ പെൺകുട്ടിക്കും നിനക്കുമിടയിൽ, നിങ്ങളുടെ ശപിക്കപ്പെട്ട ബന്ധത്തിനിടയിൽ ഈ കുഞ്ഞൊരു ശല്യമാണെങ്കിൽ അമ്മത്തൊട്ടിൽ പോകാൻ സമയമില്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടുപോകാമായിരുന്നില്ലേ? അതല്ല, തീർക്കാനാണെങ്കിൽ ഒറ്റയടിക്കാകാമായിരുന്നല്ലോ. ഇത്രയും ദ്രോഹിച്ച് വേണമായിരുന്നോടാ ദുഷ്ട. താഴെ വീഴുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി വീടിന് മുകളിൽ ടെറസിന് താഴെ സൺഷെയ്ഡിൽ ഒറ്റയ്ക്ക് നിർത്തി വീട് പൂട്ടി പോകുമെന്നാണ് ഒരു അയൽക്കാരന്റെ സാക്ഷ്യം. എന്ത് പേടിച്ചു കാണണം? വീണു പോകാതിരിക്കാൻ, രക്ഷയിൽ കരുണയിൽ ചേർത്ത് പിടിക്കാൻ ഒരു അമ്മക്കൈക്ക് വേണ്ടി അവൻ ആരോരുമില്ലാത്ത നിസ്സഹായതയിൽ താഴേക്ക് നോക്കിയിട്ടുണ്ടാവില്ലേ? ആർത്തു കരഞ്ഞു കാണില്ലേ? ഈ കണ്ട കൊല്ലാക്കൊലയ്ക്ക് അത്രയും പങ്കാളിപ്പണി ചെയ്ത സ്ത്രീയെ ഇനി അമ്മയെന്ന് വിളിക്കരുത്. വിളിച്ചാൽ ആ സെമിത്തേരിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനോട് ചെയ്യുന്ന അപരാധമാണ് അനാദരവ്. ആ കുഞ്ഞു മരിച്ചെന്നറിഞ്ഞപ്പോ തന്നെ വീട് കഴുകി ഇറക്കി തെളിവൊക്കെ ഇല്ലാതാക്കിയത് അവന്റെ അമ്മയും സഹോദരിയും മനുഷ്യരല്ല, ചെകുത്താന്റെ വംശപരമ്പര. അതിനു മുൻപ് നല്ല പ്രായത്തിലൊരു കൊച്ചിനെ കല്യാണം കഴിച്ച് തലപിടിച്ച് തറയിലടിച്ച് കോമയിലാക്കി കിടത്തിയ ഒരു തെമ്മാടിയെ ചങ്ങലക്കിടാൻ ഈ സിസ്റ്റത്തിന്, ഈ നാറിയ സിസ്റ്റത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ കാലന്റെ മനുഷ്യരും ഇത്രയധികം ക്രൂരത ആ കുഞ്ഞിനോട് കാണിച്ചിട്ട് അയൽക്കാരോ ബന്ധുക്കളോ നാട്ടുകാരോ പോലീസോ സംഘടനകളോ ആരും അറിഞ്ഞില്ലെങ്കിൽ അഷ്കറും അഖിലയും മാത്രമാണോ പാതകത്തിന്റെ പങ്കുകാർ? എത്രായിരം മനുഷ്യരാണ് മക്കളില്ലാത്ത വേദനയിൽ കുഞ്ഞിക്കാലിന് കാത്തിരിപ്പ്. എന്നിട്ടും അവർക്കൊന്നും കിട്ടാതെ ഏതോ നരകത്തിൽ പോയി പറന്ന് കുഞ്ചിക്കലെന്തെന്നറിയാതെ, സ്നേഹമെന്തെന്നറിയാതെ, എരുതീ വേദനയിൽ ദേഹമൊത്തം തറഞ്ഞ മുറിവിൽ ചോര വാർന്നെങ്കിലും നീ രക്ഷപ്പെട്ടു പോയതാണ്. ഇതൊരു കരുണയില്ലാത്ത ലോകം. ആ സ്വർഗത്തിൽ നിന്നെ കോരിയെടുത്ത് ഓമനി ചുമ്മ വെക്കാനുണ്ടാവട്ടെ കുഞ്ഞെ വർണ്ണച്ചെറവുള്ള മാലാകമാർ.